Hello, welcome to my channel. So we are at the sixth part of the lesson, equilibrium. So already in the last class we have discussed about the how to express the equilibrium constant and some numerical problems we have discussed. So today we are going to discuss a very important topic, that is application of equilibrium constant. So it may come for the exam like direct or indirect way. What is meant by equilibrium constant? Write any two applications of equilibrium constant, or numerical problem maybe come from this, not maybe, most probably it will be there because it's a very important area of this lesson, that is application of equilibrium constant. So the first application is the prediction of the extent of a reaction. If we consider reaction, നമ്മൾ reaction consider ചെയ്യണമെങ്കിൽ അത് എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു റിയാക്ഷൻ എത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഫോർവേഡ് ആണോ കൂടുതൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ കൂടുതൽ പോയിരിക്കുന്നത്. കാരണം ഈ ഒരു റിയാക്ഷനിൽ ഫോർവേഡ് റേറ്റിൻ്റെ സ്പീഡ് ആവില്ല ബാക്ക്വേർഡിൻ്റെ, ബോത്ത് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ഹൈ റേറ്റ്, ബാക്ക്വേർഡ് പതുക്കെ ആയിരിക്കും. ചില കേസസിൽ ബാക്ക്വേർഡ് ആയിരിക്കും ഹൈ സ്പീഡിൽ നടക്കുന്നുണ്ടാവുക, ഫോർവേഡ് ആയിരിക്കും ലെസ് സ്പീഡ്. അങ്ങനെ രണ്ടാളുടെയും റേറ്റ് ഡിഫറൻസ് ആവും. പിന്നെ ഇക്വിലിബ്രിയം എന്നൊരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പം ദി എമൗണ്ട് ഓഫ് ദി ബോത്ത് ദി സബ്സ്റ്റൻസ് എന്തായിരിക്കും, ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴാണ് അവിടെ എന്താണ് ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്താ പറയുക ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഹൗ ലോങ് ഓർ വാട്ട് ഈസ് ദി റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വി നോ ദ ജനറൽ റിയാക്ഷൻ എ പ്ലസ്, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മടുക്കണില്ല, സെയിം നമ്മൾ തന്നെ എഴുതുന്നത് ഇതന്നെ എ ബി ആണല്ലോ. ഇനി ഈ കെ സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10⁻³ ആണെങ്കിൽ, ആണെങ്കിൽ it shows that the reaction is almost in the process of, or the reaction is almost proceeding in the forward reaction. The reaction is almost proceeding in the forward reaction. അതെങ്ങനെ മനസ്സിലായെന്നല്ലേ? നമുക്കറിയാം കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെയല്ല, ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ, ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അതായത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഇവർ രണ്ടാളെയും കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇവർ രണ്ടാളതാണ് കൂടുക എന്ന് പറഞ്ഞാൽ കെ സിൻ്റെ വാല്യൂ കുറയും. ഇവരത് രണ്ടാളും കുറയുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കൂടും. മനസ്സിലായില്ലേ? ദിസ് ഇസ് ഡയറക്റ്റ്ലി ആൻഡ് ദിസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പോൾ കെ സിൻ്റെ വാല്യൂ 10⁻³ കൂടുതൽ, അതായത് ഹൈ വാല്യൂ ആണെങ്കിൽ ദ പ്രോസസ് ഇസ് ഓൾമോസ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോർവേഡ്. കാരണം എന്താ, ഈ വാല്യൂ കൂടുതലാണ്, ഈ വാല്യൂ കൂടുമ്പോഴല്ലേ കെ സിൻ്റെ വാല്യൂ കൂടുക, അല്ലെങ്കിൽ ഈ വാല്യൂ കുറഞ്ഞിട്ടാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇക്വിലിബ്രിയത്തിൽ എത്തണ സമയത്ത്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് എറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴേക്ക് എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, അതായത് റിയാക്ഷൻ ഇസ് പ്രൊസീഡിങ് ഇൻ ഫോർവേഡ് ഡിറക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലും പറയാം, the reaction is almost in the process of completion. റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ, ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതായത് റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. കാരണം അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. അപ്പോൾ എന്തായത്, റിയാക്ഷൻ ഇസ് ഓൾമോസ്റ്റ് അറ്റ് ദി പ്രോസസ് ഓഫ് കംപ്ലീഷൻ. ഇനി കെ സി ഇസ് ലെസ് ദാൻ 10⁻³. അങ്ങനെ പറയുമ്പം എന്തായിരിക്കും, കേസ് ഇസ് ലെസ് ദാൻ 10⁻³ ആണ്. 10⁻³ അതായത് വളരെ -3നേക്കാളും കെ സിൻ്റെ വാല്യൂ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വാല്യൂ വളരെ കുറവാണ്, അതായത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് കുറവാണ്. ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എപ്പോഴാണ് കുറയുന്നത്? ദ പ്രൊഡക്റ്റ്, അതായത് എമൗണ്ട് ഓഫ് ഫോർമേഷൻ, അതായത് ഈ ഫോർവേഡ് റിയാക്ഷൻ വളരെ കുറഞ്ഞ രീതിയിലേ നടക്കും. അതായത് റിയാക്ഷൻ ഫോർവേഡ് വളരെ, ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് വെരി സ്ലോ. പക്ഷേ അതിനനുസരിച്ചിട്ട് ഏതിൻ്റെ സ്പീഡാണ് കൂടുന്നുണ്ടാവുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റിയാക്ഷൻ ഇസ് പ്രൊസീഡിങ് ഇൻ ബാക്ക്വേർഡ് ഡിറക്ഷൻ ഓർ ദി റിയാക്ഷൻ, അതായത് പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയം എത്തുമ്പോഴത്തേക്ക് എന്താ അവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, അതായത് അത് വളരെ സ്ലോ ആയിട്ടാണ് ആ പ്രോസസ്സ് ഫോർവേഡ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഫ് ഇറ്റ് ഇറ്റ്സ് ബിറ്റ്വീൻ, കെ സിൻ്റെ വാല്യൂ ഇസ് ബിറ്റ്വീൻ
10⁻³ and 10⁻³ എന്ന് പറഞ്ഞാൽ the reaction is in a moderate rate, അതായത് ഹൈ സ്പീഡിലും അല്ല ലോ സ്പീഡിലും അല്ല. The reaction is processing in a moderate speed, അതായത് forward reaction is processing in a moderate speed. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റിയല്ലോ ഈ ഒരു റിയാക്ഷൻ, അതായത് വാല്യൂ വെച്ചിട്ട് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആണോ അല്ല റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണോ എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് പോയിന്റ് വെച്ച് മനസ്സിലായല്ലോ. സോ വി ക്യാൻ predict the extent of a reaction, that is if Kc value is greater than 10⁻³ reaction is proceeding in forward direction, or we can say that the greater will be the concentration of the product. That is, the concentration of product is much greater than the reactant. At equilibrium concentration of the product ആണ് കൂടുതൽ. If the concentration is Kc is less than 10⁻³ it is shown that the concentration of the product is very less, and that is the reaction is proceeding in a very small extent in the forward direction. Forward direction വളരെ small extentലാണ് proceed ചെയ്തുകൊണ്ടിരിക്കുന്നത്. If the concentration or the is in between the 10⁻³ and 10⁻³ we can say that the concentration of reactants and products are comparable. രണ്ടാളുടെയും കോൺസെൻട്രേഷൻ കമ്പാരബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. അതായത് റിയാക്ഷൻ ഒരു ആപ്രിഷ്യബിൾ, അതായത് ബോത്ത് റിയാക്റ്റൻസ് ആ പ്രോഡക്ട്സും പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡറേറ്റ് സ്പീഡിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഫോർവേഡ് സ്പീഡിലും അല്ല ബാക്ക്വേർഡ് ഫാസ്റ്റും അല്ല, രണ്ടുപേരും അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദി ബോത്ത് ദി പ്രൊഡക്റ്റ് ആൻഡ് റിയാക്റ്റൻസ് ആർ ദെയർ ഇൻ എ മോഡറേറ്റ് ലെവൽ. രണ്ടാളുടെ കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടെന്നാണ് നമുക്ക് ഈ ഒരു വാല്യൂ നിന്ന് മനസ്സിലായത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് നോക്കൂ. എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന പ്രെഡിക്റ്റിംഗ് ദ ഡിറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ഡിറക്ഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും റിയാക്ഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കോഎഫിഷ്യൻ്റ് അല്ല റിയാക്ഷൻ കോഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കോഷ്യൻ്റ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ റിയാക്ഷൻ കോഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കോഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കോഷ്യൻ്റ് നമുക്കറിയാം. ഇപ്പോൾ ഒരു ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം അല്ലാത്തപ്പമുള്ള കോൺസെൻട്രേഷൻ, അതായത് ഇക്വിലിബ്രിയത്തിലൊന്നുമില്ല, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ എനിക്ക്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? റിയാക്ഷൻ കോഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കോഷ്യൻ്റ് എന്ന്. അതായത് ഇത് ഇക്വിലിബ്രിയത്തിലല്ലാത്തപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റ് റേസ് ടു ദി സ്റ്റോഷിയോമെട്രിക് വാല്യൂ ഇസ് നോൺ ആസ് ദി റിയാക്ഷൻ കോഷ്യൻ്റ്, അല്ലെങ്കിൽ എന്താ പറയുക കോൺസെൻട്രേഷൻ കോഷ്യൻ്റ്. അത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം ആയ സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ QC വാല്യൂം ഉണ്ട്, KC ഉണ്ട് എന്ന് വിചാരിക്കാം. ഐ നോ ദ വാല്യൂ ഓഫ് KCൻ്റെ വാല്യൂ. ഇപ്പം ഞാനൊരു പെർട്ടിക്കുലർ ടൈമിൽ എന്തെടുത്തു? QCൻ്റെ വാല്യൂ. QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. എനിക്കറിയാം ആ ഒരു റിയാക്ഷൻ്റെ KCൻ്റെ വാല്യൂ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റിലാകുമ്പോൾ ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് വാല്യൂ എനിക്കറിയാം. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ നോക്കിയ സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് QCൻ്റെ വാല്യൂ KCനേക്കാളും വളരെ കുറവാണ്. QCൻ്റെ വാല്യൂ, അതായത് QCനെ ഞാൻ വീണ്ടും പറയാം, QCൻ്റെ വാല്യൂ KCനേക്കാളും കുറവാണ്. KC എന്ന് പറഞ്ഞാൽ അതായത് ഞാനൊരു പെർട്ടിക്കുലർ ടൈമിൽ വെറുതെ റിയാക്ഷൻ കോഷ്യൻ്റ് നോക്കിയപ്പം ഐ ഫൗണ്ട് ദാറ്റ് ദ റിയാക്ഷൻ, അതായത് QCൻ്റെ വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? QCൻ്റെ വാല്യൂ വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? QCൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ, അതായത് റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുതലാണ്. റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂ എപ്പോഴാണ് കൂടുക? റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുക എങ്ങനെയാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ സ്പീഡിൽ നടക്കുന്നുണ്ട്. നന്നായി മനസ്സിലാക്കിക്കോളൂ. QCൻ്റെ വാല്യൂ ഇവിടെ കുറവാണ്. QCൻ്റെ വാല്യൂ എപ്പോഴാണ് കുറയുന്നത്? പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയുമ്പം. പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോർവേഡ് റിയാക്ഷൻ അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, സ്പീഡിൽ ബാക്ക്വേർഡ് റിയാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് QCയിലേക്ക് KCൻ്റെ വാല്യൂയിലേക്ക് എത്താൻ അതെന്ത് ചെയ്യണം? അതായത് ഇത് ഫോർവേഡ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴല്ലേ അതിൻ്റെ വാല്യൂ കൂടുള്ളൂ. ആണോ? ഇഫ് ദ വാല്യൂ ഓഫ് QC ഈസ് ലെസ് ദാൻ KC, the reaction is proceeding in the direction. ഏത് ഡിറക്ഷനിലേക്കാണ് ഇത് പോകുന്നത്? ഇറ്റ് ഈസ് ഡയറക്റ്റിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ.
നമുക്ക് മനസ്സിലായല്ലോ. ഇൻ ഓർഡർ ടു അച്ചീവ് ഇക്വിലിബ്രിയം ദ റിയാക്ഷൻ ഷുഡ് എങ്ങോട്ടേക്ക് പോകണം? റിയാക്ഷൻ ഷുഡ് പ്രൊസീഡ് ഇൻ ദി ഫോർവേഡ് ഡിറക്ഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇഫ് ദ വാല്യൂ ഓഫ് ക്യു സി ഇസ് ലെസ് ദാൻ കെ സി, ക്യു സിൻ്റെ വാല്യൂ കെ സിനേക്കാളും കുറവാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ദ വാല്യൂ ഓഫ് ക്യു സി ഈസ് ലെസ് ദാൻ കെ സി, ദെൻ ക്യു സി വിൽ പ്രൊസീഡ് ഇൻ ദി ഫോർവേഡ് ഡിറക്ഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ വാല്യൂ ഓഫ് കെ സി. മനസ്സിലായോ? കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കില്ല. ഇനി നേരെ തിരിച്ചു നോക്കുക. ക്യു സിൻ്റെ വാല്യൂ ഞാനൊരു പെർട്ടിക്കുലർ ടൈമിലെടുത്തു, കെ സിൻ്റെ വാല്യൂ എനിക്കറിയാം. ബട്ട് ഞാനൊരു പെർട്ടിക്കുലർ ടൈമിലെടുത്തപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ദാറ്റ് ക്യു സി ഹിസ് ഹാവിങ് ഹയർ വാല്യൂ ദാറ്റ് കെ സി. ക്യു സിൻ്റെ വാല്യൂ ഞാനൊരു പെർട്ടിക്കുലർ ടൈമിലെടുത്തപ്പം അതിൻ്റെ വാല്യൂ ഹൈ ആണ്. കെ സി ആണെങ്കിൽ അത്രയൊന്നും എത്തണ്ട. അപ്പം ഈ ക്യു സി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് അതാണ് ഇപ്പോൾ കൂടിയിട്ട് നിൽക്കുന്നത്. അതായത് ഫോർവേഡ് റിയാക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും? ഇത് കുറയ്ക്കണം. ഇതിപ്പോൾ കൂടുതലാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഇത് കുറയ്ക്കണം. പ്രൊഡക്റ്റിൻ്റെ കുറയ്ക്കണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക? പ്രൊഡക്റ്റ് കുറയ്ക്കണമെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ചെയ്യുക. സോ ഇറ്റ് വിൽ പ്രൊസീഡ് ഇൻ ദ എന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണ് പ്രൊഡക്റ്റ് എന്ന് റിയാക്റ്റൻ്റ് ഉണ്ടാക്കാൻ നോക്കുക. കാരണം ഇവരൊക്കെ ഉദ്ദേശം എന്താ? ദ റിയാക്ഷൻ ഷുഡ് അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ അവർ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ഡിറക്ഷനിലേക്ക് പോയേനേ ഇരിക്കുക. ഇത് ഇങ്ങോട്ടേ വരും. കണ്ട, ബാക്ക്വേർഡ് ഡിറക്ഷൻ. ക്യു സി കെ സി ആവാം. ഇതെന്താ സ്റ്റേറ്റ്? ക്യു സിയും കെ സിയും നമ്മളൊരു പെർട്ടിക്കുലർ സമയത്ത് എടുത്തപ്പോഴും ക്യു സിൻ്റെ വാല്യൂം കെ സിൻ്റെ വാല്യൂം ഒന്നാന്ന് പറഞ്ഞപ്പോൾ എന്താ? ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അവിടെ പിന്നെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സ്പീഡിൽ നടക്കുന്നുണ്ടാവും. കാര്യം മനസ്സിലായി? ഈ ഒരൊറ്റ ഡയഗ്രാം പഠിച്ചോളൂ. ക്യു സിൻ്റെ വാല്യൂ കെ സിനേക്കാളും കുറവാണെങ്കിൽ ആദ്യം ക്യു സി എന്ന് എഴുതി പഠിച്ചാൽ മതി. ക്യു സിൻ്റെ വാല്യൂ ആണെങ്കിൽ ഇറ്റ് വിൽ പ്രൊസീഡ് ഇൻ ദ forward direction in order to attain equilibrium. If the value of QC is greater than KC, then it will proceed in the backward direction. അത് എന്ത് ഡിറക്ഷനിലേക്കാണ് പോവുക? ബാക്ക്വേർഡ് ഡിറക്ഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് കെ സി, ദ വാല്യൂ ഓഫ് കെ സി. അപ്പം ഇത് റിയാക്റ്റൻ ടു പ്രൊഡക്റ്റ് ഫോർവേഡ് ആണ്. ഇത് റിയാക്റ്റൻ ആൻഡ് പ്രൊഡക്റ്റിൻ ഇക്വിലിബ്രിയം ആണ്. ഇതെന്താണ്? ഇറ്റ് വിൽ പ്രൊസീഡ് ഇൻ ദി ബാക്ക്വേർഡ് ഡിറക്ഷൻ. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ ഇഫ് ദ വാല്യൂ ഓഫ് ക്യു സി ഈസ് ലെസ് ദാൻ കെ സി, predict the direction in which the reaction will be proceeding in order to attain the equilibrium constant. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ക്യു സി. കൂടുതൽ ചിന്തകൾ വേണ്ട. അതിനാണ് ഞാൻ ഈ എളുപ്പത്തിൽ പറഞ്ഞത്. QC is less than KC, then it will be moving in the forward direction in order to attain equilibrium. ഇനി ഇതേപോലെ QC is very high ആണെങ്കിൽ അതിന് KC എത്തണം. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റാണ് കൂടുതൽ. പ്രൊഡക്റ്റ് കൂടുമ്പോൾ അത് എന്ത് ചെയ്യും? അത് കുറയ്ക്കാൻ വേണ്ടി it will proceed in the backward direction in order to attain the state of equilibrium. If QC and KC are equal, then it will be proceed. അതിനെന്തല്ല, it is in equilibrium സ്റ്റേറ്റിലാണ്. ക്ലിയർ ആയോ? ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം. നിങ്ങൾക്കിത് എക്സ്പ്ലനേറ്റീവായിട്ട് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ ഈ ഒരു ഡയഗ്രം ഉണ്ടായാൽ മതി. സ്മോൾ ബിഗ്, പിന്നെ രണ്ടാൾ ഒരുപോലെ, പിന്നെ ഒരാൾ ബിഗ് ഒരാൾ സ്മോൾ. ഇത് ക്യു സി, ഇത് കെ സി, ഇത് ക്യു സി കെ സി, ഇത് ക്യു സി, ഇത് കെ സി. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ റിയാക്റ്റൻ ടു പ്രോഡക്റ്റ്, റിയാക്റ്റൻ ആൻഡ് പ്രോഡക്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ഇത് തിരിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ഇത് കണ്ടാൽ തന്നെ അറിയാം ക്യു സി ടു കെ സി. ഇത് ഫോർവേഡ്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഇത് എന്തായിരിക്കും? ബാക്ക്വേർഡ് ആയിരിക്കും. ഇതെന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. അപ്പോൾ ആ 2 പോയിന്റ് മനസ്സിലായോ? ഇനി അടുത്ത പോയിന്റ് ഞാൻ ബോർഡിലല്ല എക്സ്പ്ലെയിൻ ചെയ്യുക. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇൻ ദി നോട്ട്ബുക്ക് ബിക്കോസ് വി ഹാവ് ടു ഡു. ഇത് വെറുതെ വായ കൊണ്ട് പറയാൻ പറ്റില്ല, പ്രോബ്ലം വെച്ച് ചെയ്യണം. സോ നെക്സ്റ്റ് വൺ ഇസ് ദി കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ. നമ്മൾ അടുത്തത് എന്താ? ഇതിനെ കൊണ്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. കോൺസെൻട്രേഷൻ നമുക്ക് ചിലപ്പം ചില റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ അറിയത്തില്ല. റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉണ്ട്. നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ ഇതിന് ഒന്ന് തേർഡ് പോയിന്റ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് ക്യാൻ ബി ഡിറ്റർമിൻ ബൈ യൂസിങ് ദിസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അതാണ് അടുത്തത്. അതിന് ചെറിയ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനൊരു പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാണാനുള്ള സ്റ്റെപ്സ് ആദ്യം പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ തേർഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ
അതായത് കാൽക്കുലേറ്റിംഗ് ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. എന്താണ് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ? അതായത് ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് വെച്ച് പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഓരോ സ്റ്റെപ്പായിട്ടാട്ടോ ഞാൻ പറയാം. ഒരു ഇക്വേഷൻ കിട്ടി. അതേതാണ് ഇപ്പോൾ വിചാരിക്കുക എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൈറ്റ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അങ്ങ് എഴുതിയിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റൈറ്റ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും? ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതും. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ICE ടേബിൾ. എന്താ ഈ ICE ടേബിൾ? അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു പേര് പറഞ്ഞ ICE ടേബിൾ. നിങ്ങൾ കാണാം പല റെഫറൻസ് ബുക്കിലും ICE ടേബിൾ. അപ്പം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ്റെ അടിയിൽ ഇപ്പോൾ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതാണല്ലോ അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. അതിൻ്റെ താഴെ നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചാൽ വാട്ട് ഈസ് ദി നമുക്കത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും ചിലപ്പം. വാട്ട് ഈസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ? അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? റൈറ്റ് ദി ICE ടേബിൾ ഓർ ക്രിയേറ്റ് ആൻ ICE ടേബിൾ ഫ്രം ദ ഗിവൺ ബാലൻസ്ഡ് ഇക്വേഷൻ. IC എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. എന്താണ് അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് ഇത് ഇപ്പോൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ എത്ര ചേഞ്ച് ചെയ്തു? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ. കാരണം നമുക്കധികം പ്രോബ്ലത്തിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തരും. അപ്പോൾ അവിടുന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് എത്ര ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ചെയ്തത് വെച്ചിട്ട് നമ്മൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എഴുതും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിപ്പോൾ ഇവിടുന്ന് ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് കോൺസെൻട്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഇൻ ടു ദ ഇക്വേഷൻ. നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു? CC അല്ലേ? ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്കിപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടി. ആദ്യത്തെ ഉള്ളത് എത്ര കിട്ടി? ഇക്വിലിബ്രിയത്തിൽ എത്ര ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അത് സോൾവ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി ഇക്വിലിബ്രിയം ഓർ വി ഗെറ്റ് ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. ആൻഡ് കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഫ്രം ദി കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എക്സ്. കാരണം നമ്മൾ എക്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ചെക്ക് യുവർ റിസൾട്ട് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദം ഇൻ ടു ഇക്വിലിബ്രിയം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യും കറക്റ്റാണോ എന്നുള്ളത്. ഇതാണ് ശരിക്കും ഇതിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അത് ഏറ്റവും ബേസിക്കായിട്ട് ഒരു കുഞ്ഞി പ്രോബ്ലം ആട്ടോ. ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എക്സാമിന്, പക്ഷേ ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? Find the equilibrium concentration of equilibrium ഉള്ള concentration ആരതൊക്കെ? Of 6 moles of PCl5 is kept in a 1 liter vessel at 300 Kelvin temperature. Assume Kc equal to 1. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു PCl5 6 മോളുള്ള PCl5 ഒരു 1 ലിറ്റർ വെസലിൽ 300 കെൽവിൻ ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ട്. Kc നമുക്ക് തന്നിട്ടുണ്ട് ഈക്വൽ ടു 1 ആണ്. Kc എന്ന് പറയുന്നത് 1 ആയിട്ട് അസ്യൂം ചെയ്തോളാൻ പറഞ്ഞു. PCl5 6 മോൾസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് PCl5 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ അറിയണം. ഈ PCl5 decomposes. It's a reversible reaction. It will produce PCl3 and Cl2. യൂഷ്വലി പ്രോബ്ലത്തിൽ ഇത് തരാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ആദ്യം എന്ത് എഴുതുക? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയല്ലോ. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞത് നമുക്ക് ICE ടേബിൾ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അതാണ് ICE ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യലി നമുക്കറിയാം ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? PCl5. കാരണം ആ ബോട്ടിൽ PCl5. പിന്നെയാണ് എന്തുണ്ടാവുള്ളൂ? പ്രോഡക്റ്റ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0 ആണല്ലോ.
ആര് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റിൻ്റെ, കാരണം ഇനീഷ്യലി റിയാക്റ്റൻ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. ചില കേസിൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന കേസും നമുക്ക് തരും, അതിൻ്റെ പ്രോബ്ലം ചെയ്യും. ഇനി നമ്മൾ പറയുകയാണ്, എൻ്റെ കയ്യിലൊരു 10 റുപ്പീസ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു 10 റുപ്പീസ് ഉണ്ട്. ഞാൻ അതിൽ നിന്നൊരു 3 റുപ്പീസ് ചിലവാക്കി. അപ്പോൾ ഞാൻ ചിലവാക്കിയ പൈസ ഞാൻ എങ്ങനെയാണ് പറയുക? 3 റുപ്പീസ്. ബാക്കി എത്ര ഉണ്ട്? 10 - 3. അങ്ങനെയല്ല ഞാൻ ചെയ്യുക. അതായത് എൻ്റെ കയ്യിലൊരു 10 റുപ്പീസ് ഉണ്ട്. 10 റുപ്പീസ് ഇനീഷ്യലി 10 റുപ്പീസ് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു 3 റുപ്പീസ് ചിലവാക്കി. എത്ര ചിലവാക്കി? 3 റുപ്പീസ് ചിലവാക്കി. അപ്പോൾ എനിക്ക് ബാക്കി എത്ര ഉണ്ട്? 10 - 3. അതാണല്ലോ ഉണ്ടാവുക അല്ലേ? അപ്പം അതേപോലെ അപ്പോൾ ഞാനതിന് 3 റുപ്പീസ് ചിലവാക്കി, എനിക്ക് ഇവിടെയും 3 റുപ്പീസ് ഉണ്ടാവും. അതായത് പ്രൊഡക്റ്റ്, അതായത് എനിക്ക് കിട്ടുന്നത് തന്നെ 3 റുപ്പീസാണ് അല്ലേ? 3 റുപ്പീസ് ഞാൻ ചിലവാക്കി. അതേപോലെ ഇപ്പം ഇനീഷ്യലി 6 മോൾസ് ഉള്ള 6 ആയിരുന്നു ഇവരുടെ 6 മോൾസ് ഓഫ് PCl5 ആണുള്ളത്. അപ്പോൾ ഇനി ഞാൻ നോക്കുകയാണ് എത്ര മോൾസ് ഓഫ് PCl5 ചിലവാക്കി. ലെറ്റ് എക്സ് മോൾസ്, എനിക്കറിയില്ല എത്ര ഞാൻ ചിലവാക്കി ഇക്വിലിബ്രിയത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയാം ലെറ്റ് എക്സ് മോൾസ് ഓഫ് PCl5 റിയാക്ട് ചെയ്തു. അപ്പോൾ എക്സ് മോൾസ്, അപ്പോൾ നമ്മൾ ഇവരുടെ ഈ ഇപ്പുറത്തുള്ള സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് നോക്കണം കേട്ടോ. അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ചില കേസിൽ ഇത് വ്യത്യാസമാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂം വ്യത്യാസമായിരിക്കും. അപ്പോൾ എക്സ് മോൾസ് എന്തായി? പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് എക്സ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ഫോം ചെയ്തു. അപ്പം ഇനീഷ്യലി 6 ഉള്ള അവിടുത്തെ നിന്ന് എക്സ് പോയെന്ന് പറഞ്ഞാൽ 6 - x ആണല്ലോ. 6 - x ഇത് എക്സും ഓക്കെ ആണ്. ഇതാ ഞാൻ പറഞ്ഞ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതിൽ? KCൻ്റെ ഇക്വേഷനിൽ നമുക്കറിയാം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്, ഇവിടെ റേസ് ചെയ്യാൻ ഒരു സ്റ്റോഷിയോമെട്രിക് വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. PCl. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ വാല്യൂ ഏതാ? ഈക്വിലിബ്രിയത്തിലുള്ള വാല്യൂ. PCl3ൻ്റെ എത്രയാ? എക്സ് ഇൻറ്റു ഇതിൻ്റെ എത്രയാ? എക്സ് ഡിവൈഡഡ് ബൈ PCl5 എത്രയാണ്? 6 - x. ഇതാണല്ലോ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത്? ഇതിൻ്റെ വാല്യൂ S1 assume to be 1 എന്നവർ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ മാത്താണ്. 6 - x ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുക. 6 - x = x². അല്ലെങ്കിൽ എന്ത് പറയുക? ഇതിനെ നമുക്ക് 0, ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കുക. 0 = x². ഈ -x പോകുമ്പോൾ +x, ഇതെന്താവും? -6. ഇതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല അറിയാം. -b ± √(b² - 4ac) ഡിവൈഡഡ് ബൈ 2a. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളൊരു ഫോർമുല. അതൊന്നും ഇവിടെ യൂസ് ചെയ്യണം എന്നില്ല. കാരണം ഇതിൻ്റെ വാല്യൂ വരുന്നത് x - 3 × x + 2 ആയിരിക്കും. കാരണം x² നോക്കി നോക്കൂ, ഇത് സിമ്പിളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. x² + 2x - 3x - 6. അപ്പം x + 3 x - 2 അപ്പോൾ കറക്റ്റാവും. അപ്പോൾ ഞാൻ വലിയ നിങ്ങൾക്ക് വേണമെങ്കിൽ b² - 2 ഇതൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ x ക്യാൻ ഹാവ് 2 വാല്യൂസ്. ഇതൊക്കെയാണ് x = -3 ഓർ x = +2. പക്ഷേ x ക്യാൻ നെവർ ബി, അതായത് കോൺസെൻട്രേഷൻ ക്യാൻ നെവർ ബി നമ്മൾ എന്തില്ല? -3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതാ? +2. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതിനെ നമ്മൾ ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് PCl5ൻ്റെ കോൺസെൻട്രേഷൻ at equilibrium എത്രയാ? 6 - 2 that is equal to 4 molar. PCl3 is equal to x എത്രയാ? 2 molar and Cl2 is equal to 2 molar. കിട്ടിയോ? ഇനിത് വെറുതെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 4 ഡിവൈഡഡ് ബൈ, അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × 2 ഡിവൈഡഡ് ബൈ 4 is equal to 1. KCൻ്റെ വാല്യൂ 1 ആണെന്നല്ലേ പറഞ്ഞത്? ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പം ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ ആയിരിക്കണം. ഇത് ബാലൻസ്ഡ് ആണ് കേട്ടോ. 5 ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ട് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ചേഞ്ച് നോക്കുക. എക്സ് എന്നുള്ളൊരു വാല്യൂ നിങ്ങളങ്ങ് കൊടുത്തേക്കുക.
അതിപ്പം ഇവിടെ 1 മോളാർ ആയതുകൊണ്ടാണ്, ഇതൊക്കെ 1 മോളാർ ആയതുകൊണ്ടാണ് ഇത് ഇല്ലാത്തത്. ഇവിടെ ഇപ്പം 2 മോളാർ, ഇത് 2 മോളാറാണ്, നിങ്ങളിത് 2x എന്ന് എഴുതണം, ഇത് 2x എഴുതണം, ഇത് 1x എന്ന് എഴുതണം. മനസ്സിലായി? അപ്പോൾ കൊടുക്കുന്ന വാല്യൂ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളും. ഇതും ഡയറക്റ്റ് കുഞ്ഞ് ആപ്ലിക്കേഷൻ, കുഞ്ഞ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനെയല്ല നമ്മുടെ ടെക്സ്റ്റ് ബാക്കിലൊക്കെ ഉള്ളത്, കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം നമുക്കിത് മനസ്സിലായാലല്ലേ ഫോർവേഡായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് C2H4 and H2 is 0.33 and 0.53 and the value of Kc is found to be approximately 0.98. Find out the concentration at the state of equilibrium ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ ഇത് തന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഡാറ്റ എഴുതി വെച്ചു. ഇനി എന്താ, നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്കറിയാം. ഇനി നമുക്ക് എന്തായാലും ഇക്വിലിബ്രിയത്തിൽ ലെറ്റ് എക്സ്, ഞാൻ എന്താ പറയുക, ലെറ്റ് എക്സ് ബി ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. അപ്പോൾ എക്സ് ഇത് ബാലൻസ്ഡ് ആയതുകൊണ്ട് എല്ലാം എക്സ് തന്നെ. അപ്പം ദ കോൺസെൻട്രേഷൻ അറ്റ് ദി സ്റ്റേറ്റ്, ഇവിടെ കൊടുക്കേണ്ടത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ലെറ്റ് എക്സ് ബി ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ദെൻ അറ്റ് ഇക്വിലിബ്രിയം എത്രയായിരിക്കും? 0.33 മൈനസ് എക്സ് 0.4, കാരണം ഇത്രയിൽ നിന്ന് എക്സ് പോയി, എക്സ് ഇവിടെ എക്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആദ്യം ഈക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് ആണല്ലോ. അതെന്തൊക്കെയാണ് വാല്യൂ തന്നിരിക്കുന്നത്? Kcൻ്റെ വാല്യൂ നമുക്കറിയാം 0.98 ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. താഴത്തത് 0.33 മൈനസ് എക്സ് ഇൻറ്റു 0.533 മൈനസ് എക്സ്. അപ്പോൾ ഇതിനെ എനിക്ക് സോൾവ് ചെയ്യുമ്പം എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 0.86 എക്സ് പ്ലസ് 0.1749 ആണ് കിട്ടുന്നത്. ഞാൻ ചെയ്യുന്നില്ല, ഇതിലുള്ളത് തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു തരണം. 0.98. ഇനി എന്ത് ചെയ്യും? ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എക്സ് സ്ക്വയർ മൈനസ് 0.86 എക്സ് പ്ലസ് 0.1749 is equal to x. അപ്പോൾ ഇത് കിട്ടുന്നത് എന്താ വെച്ചാൽ 0.98 എക്സ് സ്ക്വയർ മൈനസ് 1. ഇതിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് കിട്ടും 1.8428 എക്സ് പ്ലസ് 0.1714 is equal to 0. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഒക്കെ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.78 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0.098 കിട്ടും. എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആട്ടോ. ഞാൻ ക്യാമറ ഓൺ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് റെക്കോർഡൊക്കെ ചെയ്ത് ഇവിടെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തില്ല എന്ന് മനസ്സിലായത്. അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് രണ്ട് വാല്യൂസാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0.098 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1.782 ആണ്. ഈ രണ്ട് വാല്യൂ കിട്ടും. നമുക്ക് നെഗറ്റീവ് വാല്യൂ വേണ്ട. നമ്മൾ ഏത് വാല്യൂ എടുക്കുക? പോസിറ്റീവായിട്ടുള്ള എക്സ് ഇസ് ഈക്വൽ ടു 0.09. ഇനിയിപ്പോൾ C2H4 നമുക്കറിയാം 0.33 മൈനസ് എക്സ് ആണ് അല്ലേ? നമ്മളിതാ 0.33 മൈനസ് എക്സും H2 എന്ന് പറയുന്നത് 0.53 മൈനസ് എക്സും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് ദീസ് വാല്യൂസ്. C2H6 എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. ഇങ്ങനത്തെ പ്രോബ്ലം വളരെ റെയറായിട്ട് എക്സാമിന് ചോദിക്കുള്ളൂ. ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹാർഡ് ലെവലായിട്ടുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലൊരു വീഡിയോത്തിൽ ഞാൻ 2-3 പ്രോബ്ലം ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബാക്കിൽ എക്സസൈസും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരമുള്ള ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഡൗട്ട്സൊക്കെ വേവേ നിങ്ങൾ കമൻസിൽ ചോദിച്ചുകൊണ്ട് കേട്ടോ. കാരണം ഞാൻ എല്ലാം കൂടി ഒരു ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ ചെയ്യുമ്പം എനിക്കതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ കാണുന്നുണ്ട് 1-2 ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട്സൊക്കെ പറ്റുന്നത് ഞാൻ എപ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്ത് തരുന്നുണ്ട്. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ. താങ്ക് യു.